ഹലോ ഗൈസ്, ഇത് നമ്മുടെ സെക്കൻഡറി ചാനലാണ്, മാസ്റ്റർ മൈൻഡ് മെനു 2.0. നമ്മളിങ്ങനെ ചാനൽ തുടങ്ങാനുള്ള കാരണം സ്വാഭാവികം, കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തന്നെ. ചാനൽ അടിച്ചു പോയാലും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് മറ്റൊരു മാധ്യമം വേണമെന്നുള്ളത് കൊണ്ട് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ, നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്ലഗനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു ചാനലിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫണ്ണ്, ട്രോള്, റോസ്റ്റ്, ഫൺ എലമെന്റ് മാത്രം. ട്രോള്, റോസ്റ്റ്, ഫണ്ണ് പരിപാടി മാത്രം, തമാശകൾ മാത്രമുള്ള ഇതിനകത്ത് സീരിയസ് ആയിട്ടൊരു പരിപാടി നമ്മൾ ഇതിനകത്ത് പിടിക്കത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഗണപതിക്ക് ഉടച്ച് തന്നെ തുടങ്ങാം. രേണുസുതിയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ആരംഭിക്കാം. രേണുസുതിയുടെ മറ്റേ പ്രൈമറി ചാനലിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിന്റെ ബാക്കിയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അത് ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല, അത് കാണാത്തവർക്ക് ഇത് കാണാം. അപ്പൊ നമുക്ക് ആദ്യം രേണുസുതി പറയുന്ന അവിടെ കാണിച്ചിട്ടോ നമുക്ക് ഇവിടെ നിന്ന് കണ്ടു തുടങ്ങാം. ചോദ്യത്തിന് അങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ മതി, കൂടുതൽ അങ്ങോട്ട് പണയാൻ നിൽക്കണ്ട. ക്വസ്റ്റ്യൻ ടു ദ ആൻസർ അല്ല, അങ്ങനല്ലോ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, കേട്ടല്ലോ. കൂടുതൽ ഒന്നും വേണ്ട. സുധിച്ചേട്ടന്റെ തണലിലാണോ? സുധിച്ചേട്ടൻ മരിച്ചുപോയില്ല. അയ്യോ, സുധിച്ചേട്ടൻ മരിച്ചുപോയി. എന്റെ പൊന്നളിയ, എന്നെ കോമഡി. ചേച്ചി പറയുന്നത് എന്താണിത്? സുധിച്ചേട്ടന്റെ തണലിൽ തന്നെയാണ് ചേച്ചി ജീവിക്കുന്നത്. സുധിച്ചേട്ടന്റെ പേര് ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്. 1 വീതം 3 നേരം പാരസെറ്റമോൾ തിന്നുന്ന പോലെ രേണുസുതി 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ? സുധിച്ചേട്ടനെ വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത്. ഈ സുധിച്ചേട്ടന്റെ പടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സുധിച്ചേട്ടന്റെ പടത്തിന് മുമ്പിലിരുന്നാണ് ഇപ്പൊ ഈ വീഡിയോ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സുധിയുടെ തണലിൽ തന്നെയാണ്. അതായത് ഇവർക്ക് ഈ രേണുസുതി പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാള് ഞാൻ എന്ന് പറയും. ഞാൻ അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ അല്ലെ എന്നോട് കൂടുതൽ കളിക്കാൻ നിൽക്കല്ലേ എന്ന് പറയും. അല്ലെങ്കിൽ സ്വഭാവം നമ്മുടെ പേര് പറയും, എടാ മനുവിനോട് കളിക്കാൻ നിൽക്കില്ലേ. ഇത് ചില ആളുകളുണ്ട്, രേണുസുതി രേണുസുതി എന്ന് നിനക്കറിയില്ല, രേണുസുതി അങ്ങനെയാണ്, രേണുസുതിയോട് മിണ്ടാ നീ ആയില്ല. ഇതെന്തിനാണ് ഇവരിങ്ങനെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എംപോസിഷൻ വല്ലതും കിട്ടിയതാണോ? അപ്പൊ ഇവർ ഇനിയും കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ സുധി എന്നുള്ള പേരിലും, അതായത് ഇവർക്കിപ്പോ സുധി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ബാനറിൽ അറിയപ്പെടുന്നത് ഇപ്പൊ ഇവർക്ക് ഇൻസൾട്ടായി തുടങ്ങി. അതാണ് പ്രശ്നം. ഓക്കെ, ബാക്കി കേൾക്കാം. നിയമപരമായിട്ടും എന്റെ താലി കെട്ടിയ ഒരാളെ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. നിയമപരമായി താലി കെട്ടിയ ഒരാളേ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. അല്ലാണ്ടെയോ? അല്ല, ഇപ്പം മറ്റേ ഒരു പാസ്റ്റർ, അത് കഴിഞ്ഞപ്പോ വേറെ ആരുണ്ട്, എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ. അത് നിയമപരമായിട്ട് നമ്മൾ പരിപാടി പല ആരോപണങ്ങൾ വരും. 10 കെട്ടുമെന്നും നാളെ 5 കെട്ടുമെന്നും 10, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. 5ഉം 10ഉം കെട്ടുന്നൊക്കെ താങ്കളുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാനുള്ളൊരു ആർജവം നമ്മൾ കാണിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. 5ഓ 10ഓ 15ഓ 25ഓ ഒക്കെ കെട്ട് ആ സുധിച്ചേട്ടനൊന്ന് രക്ഷപ്പെടുത്തി വിട്ടാൽ മതി. പുള്ളിക്കാരന് അവിടെങ്കിലും ഒന്ന് ശാന്തി സമാധാനം ലഭിച്ചോട്ടെ. എനിക്ക് പേഴ്സണൽ കാര്യം അങ്ങനെ പബ്ലിക് ആക്കേണ്ട കാര്യമില്ല. പേഴ്സണൽ കാര്യം പബ്ലിക് ആക്കാൻ താല്പര്യമില്ലാത്ത ഒരാള് ഈ രേണുസുതിയുടെ എന്ത് പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലാത്ത ഈ ഓൺലൈൻ മീഡിയസ് പുറത്തു കൊണ്ടുവരാത്തത്? അല്ല, നിങ്ങളുടെ എന്ത് പേഴ്സണൽ കാര്യം ഉള്ളത്? എന്തെങ്കിലുമൊക്കെ കാണും. അതെന്തേലും കാണിക്കട്ടെ, എന്തേലും കാണിക്കട്ടെ. നമുക്ക് എന്ത് അതെന്താന്ന് വെച്ചാൽ വീട്ടിൽ ഇരിക്കാത്തതുകൊണ്ട്, കെട്ടിയോ മരിച്ചിട്ട് വീട്ടിൽ ഇരിക്കണം എന്നുള്ള കുറെ ടിപ്പിക്കൽ അളിഞ്ഞ കുറെ മലയാളികളുടെ കണ്ടെത്തലുകൾ കൊണ്ടാണ് നെഗറ്റീവ്. പക്ഷെ നല്ല മലയാളീസ് ഉണ്ട് കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന. രേണു വീട്ടിൽ ഇരിക്കേണ്ട, രേണു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മലയാളീസും ഉണ്ട്. അവരുടെ സപ്പോർട്ട് മാത്രം മതി, നെഗറ്റീവുകളുടെ ആരും മൈൻഡ് ചെയ്യാൻ. രേണു അഭിനയിക്കണമെന്ന് പറയുന്ന നല്ല മലയാളിയോ? അങ്ങനൊരു അത് മലയാളിയാകാൻ വഴിയില്ല. രേണു സച്ചി അഭിനയിക്കണം, സച്ചി സൂപ്പർ സച്ചി അങ്ങനെയാണോ പറഞ്ഞത്? അല്ലെങ്കിൽ രേണു അഭിനയം കർത്ത ഹേ ഹോ ഹ എന്നൊക്കെയാണ് പറഞ്ഞത്? ബംഗാളികളായിരിക്കും. മലയാളികൾ അങ്ങനെ പറയാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കാണുമോ? നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കാണും, പക്ഷെ അഭിനയിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ബാക്കിയുള്ളവർക്കാണ്, ചുറ്റുമുള്ളവർക്കാണ് പ്രശ്നങ്ങൾ. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ചുറ്റുമുള്ളവർക്കൊക്കെയാണ് പ്രശ്നങ്ങൾ. എല്ലാവർക്കും പ്രശ്നങ്ങൾ. എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം? രേണുസുതിക്ക് പ്രശ്നമൊന്നുമില്ല. രേണുസുതി കാരണം മറ്റുള്ളവർക്കാണ് പ്രശ്നം. അവർ പറഞ്ഞത് കറക്റ്റാ. അവർക്ക് പ്രശ്നം ഞാൻ നന്നായി കാണുന്നത് ഇഷ്ടപ്പെടുന്നത് വേറൊന്നുമല്ല. യൂട്യൂബ് നോക്കിയ ഇവള്, ഫേസ്ബുക്ക് നോക്കിയ ഇവള്, ഇൻസ്റ്റാഗ്രാം നോക്കിയ ആർക്കാളും കാണിക്കൂടെ ഉണ്ടാവില്ല. കാരണം ഇവളമാരൊക്കെ തലകുത്തി നിന്നിട്ട് ഒന്നും ആവുന്നില്ല. യവളന്മാരൊക്കെ തലകുത്തി നിന്നിട്ട് ഇങ്ങനെ ആയിട്ട് എന്തൊരു കാണിക്കാനാ? ഈ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഇവള്, ഫേസ്ബുക്കിൽ നോക്കിയാൽ ഇവള്, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഇവളെ കുറിച്ച് നല്ലത് വല്ലതും ആണോ ആരെങ്കിലും പറയുന്നത്? ഇവളെ കുറിച്ച് മൊത്തം മോശം എല്ലാരും പറയുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ ഫേമസ് ആയതിൽ ആർക്കാണ് അസൂയ? അത്രയ്ക്ക് ദരിദ്രവാസികളായ കണ്ണുകടിയുള്ള ആരുണ്ട് നിങ്ങളുടെ ചുറ്റും?
നിങ്ങൾ നല്ല എന്തെങ്കിലും ചെയ്തിട്ട് ഈ പറയുന്ന പോപ്പുലാരിറ്റിയോ ഹിറ്റോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇത് പിന്നെ നമ്മൾ അംഗീകരിച്ചേനെ. ഈ നാട്ടിലുള്ള ചീത്തപ്പേര് മൊത്തവും വലിച്ചു വരി എടുത്തിട്ട് എന്നെ കണ്ടിട്ട് അവനെ സൂയ, എന്നെ കണ്ടിട്ട് ഇവർക്ക് സൂയ, ഇവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് ആർക്കും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആരും തിരിച്ചറിയുന്നില്ല. സോ അവള് പറഞ്ഞ കണ്ണിക്കടി കണ്ണിക്കടി. ഇത് രേണുസുധിയുടെ ചേച്ചിയാണേ. ഈ രേണുസുധിയുടെ ചേച്ചിക്ക് ഇപ്പൊ രേണുസുധി പുറത്തിറങ്ങി 4 ആളുകളോട്ട് ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അന്നേരം കുറെ റിയാക്ഷൻ തണ്ടുകൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ വിഷയത്തെ ചോദ്യം ചെയ്യണ്ടേ, നമ്മൾ അതിനെ അഭിസംബോധന ചെയ്യണം. എന്തുണ്ടോ നടക്കാൻ പറ്റാത്ത? ഞാൻ കാര്യം പറയാനുണ്ട്. കാരണം രേണുവിന്റെ മാത്രം ഇന്റർവ്യൂ എടുത്തെടുത്തേ എല്ലാരും ഞങ്ങള് ഫാമിലി മൊത്തമായിട്ട് ഇപ്പൊ ആത്മഹത്യ ചേട്ടാ ഞങ്ങൾക്ക് പറയാം. രേണുവിന്റെ ഇന്റർവ്യൂ എടുത്തെടുത്തേ മറ്റേ മുമ്പേ പറഞ്ഞ അസൂയുള്ള വിഭാഗത്തിൽ ചേച്ചി പെടുവോ? രേണുവിന്റെ ഇന്റർവ്യൂ മാത്രം എടുത്തെടുത്ത് ഞങ്ങളുടെ കൂടെ ഇന്റർവ്യൂ എടുക്ക്. രേണുവിന് ഇന്റർവ്യൂ മാത്രം എടുത്തെടുത്ത് ഞങ്ങളിപ്പോ ആത്മഹത്യയുടെ വക്കത്താണ്. നിങ്ങളുടെ കൂടെ ഇന്റർവ്യൂ എടുത്തായിരുന്നെങ്കിൽ രേണു ആ വക്കത്തിൽ വരുന്നു. രേണുവിന്റെ ഇന്റർവ്യൂ എടുത്ത് നമ്മൾ ഈ ഒരു അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ട് രേണുവിന്റെ ഇന്റർവ്യൂ മാത്രം എടുത്തെടുത്ത്. അപ്പൊ രേണുസുധി പറഞ്ഞ മറ്റേ ആളാരാന്ന് പിടികിട്ടിയില്ലേ? അതെ, എന്റെ ചേച്ചി സഹോദരിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മിക്കവാറും ഞങ്ങളുടെ 4 പേർ ആത്മഹത്യ ചെയ്യേണ്ടവര്, ഞാനും എന്റെ പപ്പായും ഉൾപ്പെടെ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം ഇതിന് സ്വന്തം ചേച്ചിയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല കേട്ടോ. നാച്ചുറൽ ആയിട്ട് അവരിങ്ങനെ രേണുവായിട്ട് ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നപ്പോ അവർ തനിയെ ഇങ്ങനെ കയറി വന്നിട്ട് രേണുവിന്റെ ഇന്റർവ്യൂ എടുക്കണോ ചോദിച്ചിട്ട് കേട്ടിക്കണ്ടേ, ഫോട്ടോ എടുക്കാണോ എന്ന് ചോദിച്ചിട്ട് കയറി വന്നു. അത് അഭിനയിച്ച നാച്ചുറൽ സാധനമാണ് കേട്ടോ. ഈ നാച്ചുറൽ സാധനത്തിനകത്ത് ഇവർ പറയുന്നത് രേണുവിനെ അഭിനയിക്കാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ രേണു ഇങ്ങനെ പലയിടത്തായിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ട് കുറെ വ്ളോഗർമാർ പേരെടുത്ത് പറയുന്നുണ്ട്. അതുൽ വ്ളോഗ്സിന്റെ ഒക്കെ പേര് പറയുന്നത്. ഈ വ്ളോഗർമാര് ഓരോന്നൊക്കെ പറഞ്ഞു പരത്തിയിട്ട് ഇവരിപ്പോ ആത്മഹത്യയുടെ വക്കത്താണ്. വക്കത്ത് ബിൽ അതല്ല, ആത്മഹത്യയുടെ വരമ്പത്താണ്. അങ്ങനെ വരമ്പത്ത് വരെയുള്ള കാരണം പല ആളുകളും പറയുന്നു രേണുസുധി കൊല്ലം സുധിയെ രേണുസുധി വധിച്ചതാണെന്ന് അവകാശപ്പെടുന്നവരുണ്ടത്രേ. അതോടൊപ്പം തന്നെ രേണുസുധിയുടെ അച്ഛൻ കൊല്ലസുധിയെ വധിച്ചതാണ് എന്ന് പറയുന്നവരുണ്ടത്രേ. അതൊക്കെയാണ് ഇപ്പൊ ഇവര് ആത്മഹത്യയുടെ വക്കത്ത് ചെന്ന് നിൽക്കുന്നത് അത്രേ. മനസ്സിലായോ? അതായത് എന്നിട്ട് ഇവര് തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ സുധിച്ചേട്ടൻ എന്നെ വിളിച്ചപ്പോ ലാസ്റ്റ് ആയിട്ട് ഇവിടുത്തെ നീര് കാണിച്ചപ്പോ, കുഞ്ഞിന്റെ ഇവിടുത്തെ നീര് കാണിച്ചപ്പോ ഞങ്ങൾ ഒന്നിച്ച് കരഞ്ഞപ്പോ. നിങ്ങൾ നല്ല രീതിക്ക് ജീവിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ തന്നെയാണ് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിൽ എല്ലാം കൊണ്ട് തലയിടുന്നത്. ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സികൾ മൊത്തം ഉണ്ടാക്കിയിട്ട്, അതായത് ഇതിലെ പോയ പോസിറ്റീവ്, ഇതിലെ പോയ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ പോയിട്ട് നാട്ടുകാർ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ വഴിയെ പോയി കഴിഞ്ഞാൽ ഈ സാധനത്തിൽ കൂടെ പോകുന്നതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അനുഭവിക്കണം. നിങ്ങൾക്ക് നല്ലത് എന്ന് പറയിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം നിങ്ങൾ വെല്ലുവിളിയാണ് നടത്തിയത്. നീ ആരടാ, അനീഷ് കിങ്ങണനോ, നിന്റെ പേര് എന്തുവാടാ, നിന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. നെഗറ്റീവ് എവിടെ ഉണ്ട്? നെഗറ്റീവ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കിട്ടിയത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും പുതിയ കണ്ടന്റുകളുമായി പുള്ളിക്കാരിയും വരും, പുറകെ നമുക്കും വരാം. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.